പൊട്ടാറ്റോ അങ്ങനെ കട്ട് പീസായി എടുത്ത് വെച്ചിട്ടുണ്ട്. എന്തിനാണെന്നറിയോ? ഇത് വെച്ചൊരു സംഭവം ഉണ്ട് ഗൈസ്, കണ്ടു നോക്കുക, അപ്പം അറിയാം. അതിനെന്താ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് വെച്ചാൽ ആദ്യം ഒരു ചട്ടി എടുത്ത് വെക്കുക. ആ ചട്ടിയിലേക്ക് കുറച്ച് ഓയിലും കുറച്ച് അധികം ഓയിലായാലും ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഓയിൽ ഒഴിക്കുന്തോറും അത്ര ടേസ്റ്റ് ഉണ്ട്, പക്ഷേ നമുക്കത് അൺഹെൽത്തിയാണ്, അധികം ഒഴിക്കാൻ പാടില്ല. അതിനുശേഷം നമുക്ക് കുറച്ച് കടുക് ഇടണം. കടുക് ഇങ്ങനെ പൊട്ടി ഇങ്ങനെ വരുന്നത് നോക്കി നിന്നിട്ട്, അധികം നോക്കി നിൽക്കാൻ പാടില്ല ഗൈസ്, കടുക് കരിഞ്ഞു പോകും. എന്നിട്ട് കുറച്ച് കരിവേപ്പിലയും കൂടെ അതിലിട്ടാൽ, കരിവേപ്പില നമ്മൾ എന്തിനാ കുറച്ച് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട്, പിന്നെ ഒരു കളർഫുള്ളാവില്ലേ. എന്നിട്ട് നമുക്കൊന്ന് ചെറുതായി ഇളക്കുക. പിന്നെ നമ്മൾ അതിലേക്ക് നെക്സ്റ്റ് ഇടേണ്ടത് എന്താ, നമ്മൾ കട്ട് പീസായി എടുത്ത് വെച്ച കിഴങ്ങ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അതൊന്ന് ഇളക്കുക, ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട്, ആ കടുക് ഇതൊക്കെ ആവാൻ വേണ്ടിയിട്ട് മാത്രം ഇതിലേക്ക് ഇങ്ങനെ ഒഴിക്കുക. തിളച്ച് വരുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം കേട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ട് എല്ലാം കളർഫുള്ളാവും, അതുകൊണ്ടാണ് പിന്നെ നല്ലതാണ്. തിളച്ച് വെള്ളമൊക്കെ ഒന്ന് വറ്റുമ്പോൾ നമ്മൾ കുറച്ച് മുളകും പൊടി ഇടുക, കുറച്ച് ചിക്കൻ മസാല ഇടുക, അത് വേണം കിട്ടാൽ മതി. പിന്നെ കുറച്ച് കൂട്ടുണ്ട്, പറഞ്ഞുതരാം, വെയിറ്റ് ചെയ്ത് കാണണം, നമുക്കൊക്കെ കാണാൻ പറ്റും. ഓക്കെ, കുറച്ച് വെളുത്തുള്ളിയും കാന്താരിയും ചതച്ചിട്ടുണ്ട് കേട്ടോ, അതൊക്കെ ഒരു വേറെ ടേസ്റ്റ് അല്ലേ. തിളച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇനി കുറച്ച് മുളകും പൊടി ഇടണേ. മുളകും പൊടി ഇട്ട് കുറച്ച് മഞ്ഞ കളറും ഇല്ലേ കടുകൊക്കെ ഇട്ട്, കണ്ടില്ലേ, കാണുമ്പോൾ ഒരു അത്തപ്പൂക്കളം പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അതാണ്, കളർഫുള്ളാണ്, ഫുൾ കളർഫുൾ, ഗ്രീന്, റെഡ്, യെല്ലോ, പിന്നെ ഒരു ബ്ലാക്ക്. വത്തപ്പുണ്ട്. അപ്പം ഇനി ഉപ്പിടേണ്ട ആവശ്യമില്ല. അപ്പം നമുക്കൊന്നും കൂടെ അടച്ച് വേവിക്കാം. കഴിഞ്ഞ റിസൾട്ട് നിങ്ങൾക്ക് കാണാം, നല്ല അടിപൊളിയായി കിഴങ്ങ് പിന്നെ നിങ്ങൾക്ക് കാണണ്ടേ, കാണിച്ചു തരാം. ഫൈനൽ കിഴങ്ങ് ഉപ്പേരി ഇതാ റെഡി ആയിട്ടുണ്ട്. കാണാൻ എന്ത് രസമാണ് അല്ലേ, കാണാൻ തന്നെ നല്ല രസമുണ്ടെങ്കിൽ എത്ര ടേസ്റ്റ് ഉണ്ടാവും, അത് ഒന്ന് ഗസ് ചെയ്ത് നോക്കൂ ഗൈസ്, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. സിമ്പിൾ റെസിപ്പിയാണ്, ഞാൻ എല്ലാവർക്കും കാണിച്ചത്. സിമ്പിളാണ്, സിമ്പിൾ ആൻഡ് പവർഫുൾ എന്നൊക്കെ പറയണ പോലെ സിമ്പിൾ ആൻഡ് ടേസ്റ്റ്ഫുള്ളാണ്. ഓക്കെ, അപ്പോൾ ബൈ.